ഈ ബോളിൽ കുറ്റി തെറിക്കും കേട്ടോ. കാണാം കാണാം, കാണിച്ചു തരണേ. കണ്ടോ, ആകാവുന്ന പണിക്ക് ഇറങ്ങിയാ പോരെ. അത് തന്നെയാണ് നാട്ടുകാരും അങ്ങോട്ട് ചോദിക്കണത്. എന്ത് ആകാവുന്ന പണി ചെയ്താ പോരേന്ന്. അതിപ്പോ ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റും. അബദ്ധം മാത്രം പറ്റണ പോലീസുകാരും ഉണ്ട്. മൈക്കിൾ ജാക്സൺ എനിക്കിട്ടൊന്ന് താങ്ങി. ആശ്വാസമായി, അതെങ്കിലും മനസ്സിലായല്ലോ. പറ്റില്ല പറ്റില്ല, ഇത് കള്ളക്കളിയാണ്. ഇത് ക്ലിയർ LBW ആണ്. ഓ പിന്നെ വിളിക്കും, ഞാനേ റെഡി അല്ലായിരുന്നു. അങ്ങനെ വന്നാലും അത് LBW ഒന്നുമല്ല. LBW എന്ന് പറഞ്ഞാലേ ലെഗ് ബിഫോർ വിക്കറ്റിന് അർത്ഥം. പിന്നെ ഞങ്ങളിപ്പോ പോയി ഡിക്ഷണറി നോക്കി അർത്ഥം പഠിച്ചു തരാം. താൻ പോടോ. എടോ അർത്ഥം അറിയില്ല, പഠിക്കണോ. ആന്റണിയുടെ തൊടയിലാ പന്ത് കൊണ്ടത്. കാല് കൊണ്ടാലേ LBW ആവുള്ളൂ. ഇത് BW ആ. തന്റെ തൊട പിന്നെ കാലിലല്ല തലയിലാണോ? തൊട മാത്രല്ലോ, വേറെ പലതും ഉണ്ട് എന്റെ തലയില്. അതൊക്കെ തനിക്ക് കാണണോ? അയ്യടാ, കാണാൻ പറ്റിയൊരു പീസ്. തലക്കകത്ത് കളിമണ്ണ് കൂടുതലാണെങ്കിൽ അത് ഞങ്ങളെ കാണിക്കണ്ട. അതുപോലെ കലമോ കരച്ചട്ടി ഉണ്ടാക്കാൻ കൊടുത്താൽ മതി. അതെ, നിന്റെ തലേന്ന് എടുത്തു കൊടുത്താൽ മതി. നീ പോടാ കളവ. കളവ നിന്റെ അച്ഛൻ. അത് നിന്റെ വലിയ അമ്പയറുടെ തീരുമാനം അന്തിമമായിരിക്കും. ഇത് ഡാഡിയും മോനും തമ്മിലുള്ള കളിപ്പിരി കളിയാ. കണക്കായി പോയി. കീപ്പറിന്റെ പണി നോക്കിയാൽ മതി കേട്ടാ. ഓ റാൻ. കള്ളത്തരം പണ്ടേ ഉള്ളതാണല്ലോ. പണ്ട് മോളായിരുന്നു കൂട്ട്. അതിനിപ്പോ എന്താ പറ്റി? പറ്റിച്ചത് തന്നെയാണെങ്കിലും പറ്റിയത് അവക്കാണല്ലോ. കേട്ടില്ല. അല്ല, കളി നടന്നുകൊണ്ടിരിക്കുമ്പോ വേറെ കാഴ്ച കാണാൻ പോയാൽ കുറ്റി തെറിക്കുമെന്ന് പറയായിരുന്നു. ഉപദേശത്തിന് നന്ദി. നമ്മളും സിക്സർ അടിക്കുന്ന കാലം വരും. അതൊന്ന് കണ്ടിട്ട് ഭരിച്ചാ മതിയായിരുന്നു. എന്നെ കൊണ്ട് വെറുതെ സിക്സർ അടിപ്പിക്കല്ലേ. ചുമ്മാ ചെയ്യിപ്പിക്കാതെ. ചിരിമായിരുന്നു കണ്ടോ. ചേട്ടാ, തകർപ്പൻ ഷോട്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ എന്ത് ഷോട്ട്, നേരത്തെ വരണ്ടായിരുന്നോ? ഡാഡി ഇന്ന് ഭയങ്കര ഫോമിലാ. ഇന്നലെ മുതലേ നല്ല ഫോമിലായിരുന്നു. വരുന്നുണ്ടോ നീ? അതോ പൊട്ടങ്ങളെയും കണ്ടി നിൽക്കുന്നേ ഉള്ളോ? ഞാൻ വരുമായിരുന്നു ചേച്ചി. ഇപ്പൊ മരുമകനും അമ്മായിയപ്പനും ഒറ്റക്കെട്ട്. ഇതാ ആണുങ്ങളെ വിശ്വസിക്കരുതെന്ന് പറയുന്നത്. എപ്പോ വേണമെങ്കിലും കാല് മാറും. ഇന്ന് രാത്രി നമ്മളെ പട്ടിണി. അപ്പൊ ഇന്ന് ഫുഡ് പുറത്തുനിന്ന്. കറക്റ്റ് സമയത്തിന് എനിക്ക് സിക്സർ അടിക്കാൻ മുട്ടിയതാ കുഴപ്പമായത്. ആ, ഇനിയിപ്പോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു കഴിച്ച് വെറുതെ ആയി. എന്താ ഡാഡി അവിടെ? നോക്കട്ടെ. ഡാഡി എന്നൊന്ന് എടുത്തേ. ഡാഡി, ശ്രീകാന്ത് ആണത്. ക്രിക്കറ്റ് പ്ലെയർ ശ്രീകാന്ത്. ഹേ ശ്രീകാന്ത്, വാ പോവാം. പോടാ, എന്തൊരു ജാടയാ ചെറുക്കന്. ശരിയാ, ഒന്ന് നമ്മളെ നോക്കി ചിരിക്കുവല്ലും ചെയ്തില്ല. ഡാഡി, അങ്ങനെ വിട്ടാ പറ്റില്ല. വാ, വണ്ടി എടുക്ക. എന്തിനാടാ? ആ, വണ്ടി എടുക്ക്, പറയാം. അവനെ പിടിക്കണം. യെസ്.
ശ്രീകാന്തിനെ ആരോ ബ്ലോക്ക് ചെയ്തു. എന്തോ പ്രോബ്ലം ഉണ്ട്. നിനക്ക് വട്ട. അല്ല, സീരിയസാ. ഡാഡി തിരിക്കി ഡാഡി. അത് വേണോ? അവനായി അവന്റെ പാടായി. നമുക്ക് പോവാം. പ്ലീസ് ഡാഡി, പ്ലീസ് പ്ലീസ്. നീ ഒന്ന് അടങ്ങ്. ആ, What do you want? Hey! What the f- ഉം. 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 അല്ല സഹോദര, ഒരു സംശയം ചോദിച്ചിട്ട്, ഇതെന്താ സംഭവം? ആ, കാര്യം ചോദിക്കുമ്പോ കണ്ണടച്ച് കാണിച്ചാൽ എങ്ങനെ? നട്ടപ്പാതിരാക്കി വഴിതടയൽ ഡ്രാമ നടത്തുന്നതിന്റെ ഗുട്ടൻസ് എന്താണ് സഹോദര? പിന്നെ ആംഗ്യം. ഇവൻ പൊട്ടനാണെന്നാ തോന്നുന്നത്. അതാണ് ഈ ആംഗ്യ ഭാഷ. പൊട്ടന്മാരോട് വായത്താളം ഓടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവർക്ക് കാര്യം മനസ്സിലാക്കി